ആണ് വെറൈറ്റി ആയിട്ടുള്ള പായസം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ടേ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. വാവ്, ഞാൻ ഇതുവരെ ആയിട്ടുള്ള ഇത്ര ടേസ്റ്റ് ഉള്ള ഒരു പായസം കുടിച്ചിട്ടേ ഇല്ല. അസ്സലാമു അലൈക്കും. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പിയാണ്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പാൻ അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം നെയ്യാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്ക് പകരം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ടേസ്റ്റ് നെയ്യ് ഒഴിച്ചാലാണ്. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഏത്തക്ക ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. ഏത്തക്ക ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. തേങ്ങയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഏത്തക്കയും തേങ്ങയും നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. അതിനായി അടുപ്പയിൽ പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ചവ്വരി വേവിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് വെള്ളം എടുത്തത്. വെള്ളത്തിനകത്ത് 3-4 ഏലക്ക പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നു. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 200 ഗ്രാം ചവ്വരിയാണ്. അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചേക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി അങ്ങനെ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായി ചേർക്കേണ്ടത് പാലാണ്. ഞാൻ 1/2 ലിറ്റർ പശുവും പാലാണ് ചേർക്കുന്നത്. കൈയെടുക്കാതെ 5 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അടുത്തതായി ചേർക്കാനുള്ളത് മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാരയാണ്. മധുരം കൂടുതൽ വേണോ കുറവ് വേണോ നിങ്ങളുടെ ഇഷ്ടത്തിൽ അത് ചേർക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയുമാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ കിട്ടുകയുള്ളൂ. വ്യത്യസ്തവും വെറൈറ്റിയുമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.